ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പേര് ജുബിൻ. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പേര് മിസ്റ്റർ അച്ചായൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഡ്വഞ്ചർ ട്രാവൽ വീഡിയോ ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണും. പിന്നെ വളർന്നു വരുന്ന ഒരു ചാനൽ എന്നുള്ള പേരിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇനി തൊട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കണം. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ മക്കോളി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. സോ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റൈഡാണ്. ചിലപ്പോൾ വല്ല കാട്ടാനെ കണ്ടേക്കാം. അങ്ങനെയൊക്കെ കുറേ സീൻ ഏരിയ ആണ്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു റൈഡ്. ഞങ്ങൾ ടോട്ടലി ഒരു 5 പേരാണ് ഇപ്പോൾ ഈ ഒരു റൈഡ് പോകുന്നത്. ഞങ്ങൾ 5 പേരും ഉണ്ട്, ഒരു 4 ബൈക്കും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ അടിച്ച് ഇന്ന് രാവിലെ അവനെയും കൂട്ടി ഞങ്ങൾ നേരെ മക്കോളിയിലേക്ക് പോവാം. അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ. അതുണ്ട് അങ്ങോട്ടൊക്കെ നോക്ക്. ഞായറാഴ്ച എല്ലാവരും പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ എല്ലാം കാണുന്നത്. അങ്ങനെ നമ്മളെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും നിലവിൽ പേപ്പറെല്ലാം ക്ലിയർ ആയതുകൊണ്ട് വിഷയമൊന്നുമില്ല കേട്ടോ. പോലീസ് 10 ദിവസം കണ്ടായിട്ടല്ലേ എടുത്തത്. ഡേറ്റല്ല, 23-ാം തീയതി എടുത്തതാ ഇൻഷുറൻസ്. അങ്ങനെ എന്തായാലും പേപ്പറൊന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. അതായത് സാറന്മാർ നമുക്ക് ഈ ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് ഫോട്ടോയോ അല്ലെങ്കിൽ പരിവാഹൻ്റെ ആപ്പിലും ഡയറക്റ്റായിട്ട് കയറി ഇൻഷുറൻസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മതി. വേറെ സീനൊന്നുമില്ല. അത് അടുത്തവൻ വരുന്നുണ്ട്, പോലീസ് പിടിക്കില്ലെന്ന് അറിയാം. കറുപ്പാതെ അവനൊന്നും പിടിച്ചില്ലല്ലോ, എന്നെ മാത്രം തോക്കി. നൈസ് തേപ്പ് കിട്ടി എനിക്ക്. അപ്പോൾ നമുക്കിത് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മക്കുവള്ളിക്കാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ഇടുക്കി ചേലച്ചോട് ഈ വഴിക്കും. അപ്പോൾ നമ്മളിത് മക്കുവള്ളി ഈ റൂട്ടാണ് പോകേണ്ടത്. എല്ലാവരും നോക്കിക്കോ, ഈ റൂട്ടല്ല, അതാ ഇവിടുന്ന് ഈ റൂട്ടാണ് മക്കുവള്ളിക്ക് പോകേണ്ടത്. അടിപൊളി വ്യൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു ടേണിംഗ് ആണ്. അതാ ഇവിടെ 2 റൂട്ടായിട്ട് തിരിയുന്നത്. അതിൽ ഈ റൂട്ടിൽ കൂടെയാണ് നമുക്ക് മക്കുവള്ളിക്ക് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. അങ്ങോട്ടല്ല, ഈ റൂട്ട് ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് മക്കുവള്ളി ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി. പിന്നെ ഗൈസ് ഇവിടെ ഒരു കുരിശുപള്ളി അല്ലല്ലോ, അയ്യോ, ശ്രീധർമ്മശാസ്താവിൻ്റെ ഒരു മണ്ഡപം പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടുന്ന് റൈറ്റാണ് കേട്ടോ പോകേണ്ടത്. ഹിമാലയനും എക്സ്പൾസ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ 2 വണ്ടിക്കായിരിക്കും പിന്നെ ഓഫ് റോഡ് കുറച്ചുകൂടെ വെക്കുമ്പോൾ. ഇവിടെ എല്ലാം ഷട്ടറെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് റോഡെല്ലാം ആകെ കിടക്കാണ്. അപ്പോൾ ഗൈസ്, മക്കുവള്ളി ഫോറസ്റ്റിലേക്കുള്ള ഓഫ് റോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കംപ്ലീറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. കുറേ കല്ലും അതും ഇതൊക്കെ ഇട്ടിട്ടൊക്കെയുള്ള വഴിയാണ്. എന്തായാലും എക്സ്പൾസൊക്കെ നല്ല പാറി പറന്ന് പോകുന്നു, പൊടി പറിച്ച പോകുന്നതല്ല. ഇതേ പോകും. ഹിമാലയയിൽ പില്ലിയനും കൂടി ഉള്ളതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ കേസ് ഞങ്ങൾ മക്കുവള്ളി ഫോറസ്റ്റിൽ എൻ്റർ ചെയ്തു.
നമുക്കിനി ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ ടോട്ടൽ ഓടിക്കാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. റൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ഇതേപോലുള്ള ഓഫ് റോഡ് വഴിയൊക്കെ, ഇതിലും മാരകമായ വഴിയൊക്കെയാണ് ഇനി പോകുന്ന വഴിക്കെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഏതായാലും കയറിയിട്ടേ ഉള്ളൂ. ഒരാനോട് ഒച്ചരേട്ടെ ഗൈസ്. അപ്പോൾ നമ്മളത് 4 വണ്ടിയാണ്. ഒന്ന് എക്സ്പൾസ്, ഒന്ന് NS200, പിന്നെ ഒരു ഹിമാലയൻ, പിന്നെ ഒരു ബുള്ളറ്റ് 350. നമുക്ക് ഈ പ്രാവശ്യം മക്കുവള്ളി ഫോറസ്റ്റ് കയറുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വണ്ടിയൊന്നും പിന്നെ വിഷയമില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഒരു ബുള്ളറ്റ് 350 കയറുമ്പോഴാണ് കുറച്ച് ടാസ്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് 350 എന്ന് പറഞ്ഞാൽ ഇത് പഴയ മോഡലാണ്. ഇതിൽ ഗിയറെല്ലാം വരുന്നത് റൈറ്റ് സൈഡിൽ വരുന്ന ഗിയറാണ് ഈ വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ട് എന്തായാലും ബുള്ളറ്റ് 350. നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ, ബാക്കി കാര്യങ്ങളെന്നൊക്കെ. ഓടാ എടുക്കട്ടെ. അപ്പോൾ അവന്മാരുടെ പൊടിയൊക്കെ പാർപ്പിച്ച് പോയിട്ടുണ്ട്. കംപ്ലീറ്റ് അടിപൊളി, നല്ല രസമാണ്. 2 സൈഡിൽ കംപ്ലീറ്റ് ഫോറസ്റ്റിന് അടുത്തൂടെ ചെറിയ ഒരു ഫോറസ്റ്റ് ഉണ്ട്. സംഭവം അടിപൊളിയാണ്. എൻ്റെ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. ഗവൺമെൻറ് എന്തൊരു വണ്ടിയൊക്കെ കാണാറുണ്ട്. പിള്ളേർ വണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നാടാ ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ആനേനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. വാ കണ്ടോ, നല്ല അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ. റോഡെല്ലാം ടാസ്ക്കാണ്. എക്സ്പൾസൊക്കെ പാറി നടക്കുന്നുണ്ട്. ഓ നല്ല ഒടുക്കത്തെ ഒരു ഇറക്കവും വന്നിട്ടുണ്ട്. ഇതിന് മിക്കവാറും ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ ടാസ്ക് ഈ ഓഫ് റോഡ് കയറാൻ. കാരണം റൈറ്റ് സൈഡ് ഗിയറും കാര്യമൊക്കെയാണ് ആശാൻ്റെ വണ്ടി. എന്നാലും വണ്ടി വരികയാണ്. എക്സ്പൾസ് പോകുന്ന കാണുമ്പോൾ കൊതിയാവുന്നു. അത്രയൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പൾസ് പാറി പോയിക്കൊണ്ടിരിക്കണോ. നമ്മളും അതിനനുസരിച്ച് ഒപ്പം എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഭയങ്കര ചാട്ടമൊക്കെയാണ് കേട്ടോ. NS200 ഭയങ്കര ചാട്ടമാണ്. ഒരു ഓഫ് റോഡിനൊന്നും പറ്റിയൊരു കംഫർട്ടല്ല NS200. പോകാം, പക്ഷെ എന്നാൽ പോലും കംഫർട്ട് അത്ര അടിപൊളിയല്ല. കാരണം ഇതിൻ്റെ സസ്പെൻഷനൊന്നും ശരിക്കും ഒരു ഓഫ് റോഡിന് വേണ്ടിയുള്ള സസ്പെൻഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എക്സ്പൾസ് കാണുമ്പോൾ കൊതിയാവുന്നത്. നല്ല കല്ലൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ഇളകി പറഞ്ഞ് കിടക്കുക. വാ, ഇത് നല്ല അടിപൊളി കാടെത്തി മക്കളെ. കാടാണ്, കാട്. എപ്പോഴാണ് ഒരു പടവും കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും ഓഫ് റോഡ് പോകുമ്പോൾ കൂടുതൽ ലാസ്റ്റിങ്ങിൻ്റെ ഒരു പടവും കിട്ടുന്നതാണ്. എനിക്ക് നോക്കാം ആർക്കടാ ഭാഗ്യം. കഴിഞ്ഞ പ്രാവശ്യം എനിക്കായിരുന്നു. ഗൈസ്, അപ്പോൾ ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. കംപ്ലീറ്റ് കല്ലൊക്കെ പതിച്ചിരിക്കും. ഇവിടെ 2 സൈഡിലും റബ്ബർ തോട്ടവും കാര്യമൊക്കെയാണ്. ഹിമാലയം വരുന്നത് നോക്കാം. ഇവിടെ ശരിക്കും ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ഒറ്റയടിക്ക് കയറി പോരുകയാണെങ്കിൽ മാത്രമേ കയറി പോരുള്ളൂ. നമ്മൾ വഴിയിലൊന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ തീർന്നു. സ്റ്റോപ്പ് ചെയ്യണ്ട, ആ ഒരൊറ്റ ഇതിൽ പോകണം. ആക്സിഡൻറ്റ് കൊടുത്തു പോകണോ ഗൈസ്? അപ്പോൾ ഇവിടെ എന്നാ വിഷയം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി പിന്നെ ബാക്കോട്ട് ഇളക്കും, പിന്നെ കിടന്ന് കറങ്ങുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല.
അടിപൊളി. അങ്ങനത്തെ നമ്മുടെ എക്സ്പൾസിന്റെ ഫസ്റ്റത്തെ പടം കിട്ടി. ഈ ഒരു ഭാഗത്ത് മക്കുള്ളിൽ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ടഫാണ്. ഈ ഒരു ഭാഗത്ത് ഒന്ന് കയറ്റി കൊണ്ടുപോകാനും ഒന്ന് ഇറക്കിയെടുക്കാനൊക്കെ ഇച്ചിരി ടഫുള്ള ഏരിയ. വലിയ വലിയ ഉരുളൻകല്ലും ഒക്കെയാണ്, ഭയങ്കര സീൻ വഴിയാണ്. പിന്നെ ഈ മക്കോളിയിൽ നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റ് റൂട്ട് പോകുമ്പോൾ കംപ്ലീറ്റും ഫോറസ്റ്റ് റൂട്ട് ഒന്നുമല്ല, നമ്മൾ കുറേയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നൊക്കെ കുറേ കാപ്പിത്തോട്ടും അതും ഇതും റബ്ബറും എല്ലാം ഉണ്ട്. ഇത് തീരെ ജനവാസം ഇല്ലാത്തൊരു ഏരിയയാണ്. കാരണം പിന്നെ എന്താ വെച്ചാൽ ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് സൈഡൊക്കെ ആയതുകൊണ്ടായിരിക്കാം. കണ്ടോ, നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വീടും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട്. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് കുറേ കുരുമുളക് തോട്ടം അങ്ങനെയുള്ള ഓരോ കൃഷിയും കാര്യമൊക്കെയാണ് ഇവിടെയൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉള്ളിലോട്ട് കയറി തുടങ്ങി തോന്നുന്നുണ്ട്. നല്ല കാടൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. വെയിലൊന്നും ഇല്ലാത്ത കാടായി. പക്കാ ഓഫ് റോഡാണ്, പക്കാ ഓഫ് റോഡ്. കേട്ടോ, ഇതാണ് വഴി. ഭയങ്കര സീൻ വഴിയാണ്, കംപ്ലീറ്റ് കരിങ്കല്ല് പാകിയുള്ള റോഡാണ്. മിക്കവാറും ഇതിൽ കൂടെ എല്ലാം പോയി വരുമ്പോഴത്തേനും വണ്ടിയുടെ നെട്ടും ബോൾട്ടും എല്ലാം ഇളകുന്ന തോന്നുന്നത്. അജാതി വഴിയാണ്. എക്സ്പൾസിന് പിന്നെ സീനില്ല, അവൻ പാറി പറന്ന് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ചാട്ടം സീനൊന്നും അറിയാത്തതുകൊണ്ട് നമ്മുടെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ പല വീഡിയോസിലായിട്ട് ഞാൻ കണ്ട ആ ഒരു മക്കവള്ളിയുടെ തമ്മനയിലും കാര്യമൊക്കെ ഈ ഒരു എക്സാക്റ്റ് സ്ഥലത്ത് വെച്ചിട്ടാണ്. കണ്ടോ, ഒരു വലിയ മരവും വെള്ളം ഒഴിക്കരുത്. മഴക്കാലത്ത് ഇവിടെ കുറേ നല്ല വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട്. കണ്ടോ, അതിനാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഇതിലേ വേണം നമുക്ക് പോകാനൊക്കെ. കംപ്ലീറ്റ് കരിങ്കല്ല് പാകിയിരിക്കുന്ന വഴിയെല്ലാം. ആനയൊക്കെ ഇറങ്ങുന്ന പറഞ്ഞിരിക്കുന്നത് നല്ല ഫ്രഷ് ആനപ്പിണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നേരത്തെ കണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മക്കുവള്ളിയുടെ ഒരു മെയിൻ സ്ഥലമാണ് ഈ ഒരു വാട്ടർഫോളൊക്കെ വരുന്ന ഈ ഒരു സ്പേസ്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ വരുന്നു മുകളിൽ നിന്ന്. ഹിമാലയം വരുന്നുണ്ട്. ഇനി പുറകിലൊരു ബുള്ളറ്റും കൂടി ഉണ്ട്. അവൻ എത്തിയിട്ടില്ല, അവനും കൂടെ ഇപ്പോൾ എത്തുമായിരിക്കും. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മക്കുവള്ളി എന്ന് പറയുന്നത്. ഏകദേശം സൈലന്റ് വാലി ഒക്കെ പോയല്ലോ, പക്ഷെ അത്രയ്ക്കൊന്നും ഫീലില്ലെങ്കിൽ പോലും അത്യാവശ്യമൊക്കെ ഒച്ചമ്പളമൊക്കെ ഉണ്ട്. ചെറിയ ചീപ്പിടൊക്കെ കയറിയുന്നുണ്ട്, എന്നാലും ഭയങ്കര സൈലന്റാ. മക്കുവള്ളി വരുന്ന ഒരു മിക്കവാറും ഇടാറുള്ള ഒരു വീഡിയോയിലൊന്നാണ് ഈ ഒരു മരം. ഭയങ്കര വലിയൊരു മരമാണ്. ഇത് ക്രോസ് ആയിട്ടൊരു തോടിൻ്റെ അങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് വീടേക്കുക. കണ്ടോ, സംഭവം അടിപൊളിയാണ്. നമുക്കിങ്ങനെ കയറി പാലത്തിൽ നടക്കുന്ന പോലെ ഇങ്ങനെ നടന്ന് കളിക്കാനൊക്കെ പറ്റിയ സ്പേസാണ്. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ, ഭയങ്കര പീസ്ഫുള്ളാണ്. കുറേ കിളികളുടെയൊക്കെ ഒച്ചയല്ലാണ്ട് വേറെ ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ശരിക്കും നമ്മളെ ഒറ്റയ്ക്ക് ഈ ഫോറസ്റ്റിൽ കൂടെ ട്രാവൽ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മിനിമം രണ്ടാണെങ്കിലും രണ്ട് ബൈക്കിലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ നോക്കുക. കാരണം എങ്ങാനും വണ്ടിക്ക് അങ്ങനെ വില പോകുന്ന വഴിക്ക് വില പണിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ തെറ്റ് പോകും. കാരണം അടുത്തൊന്നും ഒരു വീടോ കടയോ ഒന്നുമില്ല, കംപ്ലീറ്റ് ഫോറസ്റ്റ്. ഒരുപാട് ദൂരം ഫോറസ്റ്റാണ്. ഇത് കണ്ടോ,
അതും ഭയങ്കര സീൻ വഴിയൊക്കെയാണ്. അപ്പോൾ വരുമ്പോൾ എപ്പോഴും വേറെ കൂടെ കുറച്ച് പാർട്ട്നേഴ്സ് ഉള്ളത് നല്ലതായിരിക്കും. നമ്മുടെ ബുള്ളറ്റ് 350 ഇതാ പോകുന്നു. സത്യം പറഞ്ഞത് മാനേജ് ചെയ്യണമെങ്കിൽ സമ്മതിക്കണം. കാരണം റൈറ്റ് സൈഡ് ഗിയറും ഇതെല്ലാം കൂടെ അതേ നല്ല ഫ്രഷ് ആനപ്പിണ്ട കണ്ടില്ല, കാണാത്തവരെല്ലാം കണ്ടോ. അപ്പോൾ ആനയൊക്കെ ഉള്ള ഭാഗമാണെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്കൊന്നും വരാതിരിക്കാൻ മാക്സിമം നോക്കുക. ഒരു ശ്രദ്ധ വേണം ഈ ഭാഗത്തു കൂടെ ഒക്കെ പോകുന്നത്. ആനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇടയ്ക്കത്തെ വഴിയൊക്കെ നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. വലിയ കട്ടറോ അങ്ങനത്തെ ഒന്നും വിഷയമൊന്നുമില്ല, അങ്ങനെ കണ്ടുപിടിച്ചൊന്നുമില്ല. ഇടയ്ക്ക് പക്ഷെ ഭയങ്കര സീനുമാണ്. ബുള്ളറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചൊക്കെ നോക്കുക, അടിയൊക്കെ തട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഈ റോഡിൽ കൂടെ ഏറ്റവും ബെസ്റ്റ് ഈ പറഞ്ഞ ഹിമാലയനും എക്സ്പൾസൊക്കെ തന്നെയാണ്. കണ്ടോ കുത്തനുള്ള ഇറക്കാണ്. അത് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എന്തോ ഒരു വ്യൂ പോയിൻ്റ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കണ്ടിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ മക്കുവള്ളി റോഡിന് വരുമ്പോൾ, ഫോറസ്റ്റ് റൂട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ്. നമ്മളൊരു വലിയ പാറയുടെ മുകളിലാണ്. ഇവിടുന്ന് ചുറ്റുമുള്ള മലകളും കാടും എല്ലാം കാണാം. സൂപ്പർ വ്യൂ ആണ് കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ട്. എന്താ പറയുക, എനിക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. പക്ഷേ ആന ഉണ്ടെന്നുള്ള കാര്യം മാത്രം ഓർമ്മ വയ്ക്കുക. ഇപ്പം ഞാൻ കാണിച്ചതെന്നപോലെ ഫ്രഷ് ആനപ്പിണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആനയുടെ കാര്യം നിങ്ങൾ സൂക്ഷിച്ചോണം. ആണോ, കൊക്ക പോലെയാണ്, അങ്ങോട്ടൊക്കെ പോയ പൊടി പോലും കിട്ടത്തില്ല. ഗൈസ്, നിങ്ങൾക്ക് ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും മക്കുവള്ളി മിസ് ചെയ്യരുത്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കംപ്ലീറ്റ് ഫോറസ്റ്റ് റൂട്ടാണ്, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഉറുമ്പിക്കര പോലെ അത്രയും ഫുൾ എക്സ്ട്രീം ഓഫ് റോഡ് ഒന്നുമല്ല, എന്നാൽ പോലും ഏറെക്കുറെ എല്ലാം ഭയങ്കര സീൻ ഓഫ് റോഡ് തന്നെ. ഇതുണ്ടോ, കംപ്ലീറ്റ് ഇളകി പറഞ്ഞ കല്ലും അങ്ങനെയൊക്കെയായിട്ട് ഭയങ്കര സീൻ വഴിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആനയും അതും ഇതൊക്കെ ഉണ്ടാവും. വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ ഹിമാലയൻ നൈസായിട്ട് ഒരു പടവനൊക്കെ കിട്ടിയിരിക്കുകയാണ്. 350 ഇവിടുന്ന് എങ്ങനെ ഇറക്കുന്ന ആലോചിച്ചിരിക്കുകയാണ്. സീനാണ്, ഭയങ്കര പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന വഴിയാണ്. സാറില്ല പിടുത്തുണ്ടായില് ഒറ്റ ഇട്ടിട്ട് കംപ്ലീറ്റ് ഊരി പോകുന്നല്ലോ തോന്നുന്നു. ആ ചോട്ടാ ഇറങ്ങി അതിന് സീനൊന്നുമില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം കല്ല് പാകിയിട്ടുള്ള ടൈപ്പ് വഴിയാണ്. അതുകൊണ്ട് പിന്നെയും കുറച്ചുകൂടെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പൊക്കെ കിട്ടും. നേരത്തെ പോലെ വീട്ടിലെങ്കിലും അങ്ങനത്തെ സ്ലിപ്പാവുന്ന വല്ലതൊന്നുമില്ല. എന്ത് കാണാനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒരു ആകാംക്ഷയാണ്, എവിടെ എത്തിച്ചേരുന്ന ഒന്നും അറിയില്ല. ചുമ്മാ കണ്ടു കയറി പോവുകയാണ്. ബാക്കിയൊക്കെ ഒന്ന് എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ അറിയാം, ഇത്രയേ ഉള്ളൂ. അല്ലാതെ എന്താ അവിടെ നിന്നൊന്നും ആലോചിച്ചിട്ടൊന്നും അല്ല ഈ പോകുന്നത്. ഈ പറയുന്ന ആർക്കും ഇതിലേക്കുള്ള വഴി അറിയില്ല. അതാണ് വേറൊരു രസം. എല്ലാവരും ഫസ്റ്റ് ടൈമായിട്ട് പോകുന്നവരാണ്.
അപ്പോൾ ഇവിടെ നമുക്കൊരു ചാലൊക്കെ ചെറിയൊരു വെള്ളത്തിൻ്റെ തോടൊക്കെ കാണാനുണ്ട്. പോയി നോക്കി നോക്കാം നമുക്ക് എന്താ അവസ്ഥ. അപ്പോൾ ഈ കാട് ഭയങ്കര സത്യം പറയാൻ ഈ ഒരു ഭാഗത്ത് പാലക്കുളം മേട്ടിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിലൂടെ ഭയങ്കര സീനാണെന്ന് പറഞ്ഞത്. ആനശല്യമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നടത്തണം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടവരെല്ലാം നമ്മൾ പറഞ്ഞത് സൂക്ഷിച്ച് പോ, ആനയുടെ മുമ്പിലൊന്നും പെടാൻ നിൽക്കണ്ട, പെട്ട വണ്ടി ഇട്ട് ഓടിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ പേടിയുണ്ട്, എന്നാലും സാറില്ല, നമുക്കൊന്ന് ഏതായാലും വന്നല്ലേ പോയേക്കാന്നുള്ള മൈൻഡിൽ ആണ്. ഫുള്ള് ടാസ്ക് വഴിയാണ്. ഇവിടെയൊക്കെ ആനകൾ വന്ന് മുന്നിൽ പെട്ട ഒന്ന് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും തിരിയാൻ പോലും പറ്റത്തില്ല. താഴേക്ക് പോലും എടുത്ത് ചാടേണ്ടി വരും. ഇത് സ്വല്പം കുറച്ച് സീൻ ഓഫ് റോഡാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഓഫ് റോഡ് ഇഷ്ടമുള്ളവർക്ക് ഓഫ് റോഡ് എവിടെയൊക്കെ നല്ല ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്ഥലം അടിപൊളിയായിരിക്കും. പക്ഷേ അതിലൂടെ ഞാൻ പറയുന്നത് അത്യാവശ്യം കുറച്ച് സീനുണ്ട്, ആന അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും ഒറ്റയ്ക്ക് വരരുതെന്ന് ഞാൻ പറയാം. ഒറ്റയ്ക്ക് ആരും വരരുത്. ആരും വരികയാണെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് കാലൊക്കെ ആയിട്ട് വന്നാൽ മതി. കാരണം എന്തെങ്കിലും ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലേ താമസക്കാരൊന്നുമില്ല. ഇത് ആനപ്പിണ്ട കിടക്കുന്നു, പച്ച ആനപ്പിണ്ടാണ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടാവുമെന്ന് നല്ല പേടിയൊക്കെ ഉണ്ട്. എവിടെയാണാവോ? ഇതൊക്കെ കാണുമ്പോൾ ആന ഏത് ഭാഗത്തുനിന്നാണ് ചാടുകയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. രണ്ട് സൈഡിൽ അതിനനുസരിച്ചുള്ള കാടാണ്. ഇവിടെ വലിയൊരു മലയൊക്കെ കാണുന്നുണ്ട്. ഏതാ മല എന്നൊന്നും അറിയില്ല. അതുണ്ടോ പൊളിച്ചല്ലേ, നമ്മൾ നൈസായിട്ട്. പക്ഷേ കൊടും വെയിലായിരിക്കും എൻ്റെ മുകളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ. നമ്മളിത് വഴി അറിയാൻ നിൽക്കുക, രണ്ട് സൈഡിലേക്ക് വഴി കാണുന്നുണ്ട്, പക്ഷേ എവിടേക്ക് പോകണമെന്ന് അറിയില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ ഈ വഴിക്കാണ് വരുന്നത്. ഇവിടെ രണ്ട് റോഡായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കൺഫ്യൂസ് ആവരുത്. പാലക്കുളം മേട്ടിലോട്ടുള്ള റോഡ് ഇതാണ്, അങ്ങോട്ട് പോകണ്ട. ഞങ്ങളിപ്പോൾ അവിടെ വരെ കുറച്ച് ദൂരം പോയി 2-3 കിലോമീറ്റർ പോയി തിരിച്ചു പോകുന്നു. അപ്പോൾ അതെവിടെ എത്തത്തില്ല, ഇതിലേ പോയാൽ മതി പാലക്കുളം മേട് എത്താൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു മക്വള്ളി ഓഫ് റോഡ് റൈഡ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. സോ നമ്മുടെ ഈ ഒരു വ്ളോഗ് നമ്മളിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. സോ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക.